അമ്മച്ചാടെ കേക്ക് കട്ടിങ്ങും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ എല്ലാവർക്കും വയറ് നിറഞ്ഞു ഭയങ്കരമായിട്ട്. ഇനി എങ്ങനെ ഈ കുംഭവയറുമായിട്ട് കിടന്നു തുടങ്ങുന്നതെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അപ്പം പറഞ്ഞത് എന്നാൽ നമുക്ക് താഴെ പോയി നിന്ന് നടന്നേച്ചും വരാമെന്ന്. അത് കേട്ടപാടെ ഞങ്ങൾ കൊച്ചിനെ റെഡിയാക്കി ഇറങ്ങിയേ. താഴെ പാർക്കിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെ ഒരു ജാഥയ്ക്കുള്ള കുട്ടികളുണ്ട്. അവളെ അതുകൊണ്ട് തന്നെ ആ സൈഡിലോട്ട് വിട്ടില്ല. പിന്നെ അവിടുന്ന് എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. കുറച്ച് ഓട്ടവും നടത്തമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ആള് ടയേർഡായി. എന്നാൽ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം അപ്പാവെന്നുള്ള മട്ടിൽ അവളവിടെ ഇരുന്നു, കൂടെ ഞങ്ങളും. കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പം അപ്പൻ്റെ വക ഒരു ചോദ്യം, സിപ്പപ്പ് വേണമെന്ന്. ഇത്രയും വയറ് നിറഞ്ഞിരുന്നിട്ടും അല്ലെങ്കിലും എപ്പോഴും എന്തെങ്കിലും സാധനം മേടിക്കുന്ന കാര്യം പറയുമ്പോൾ ഇനി എന്നാത്തിന് അതുകൂടെ മേടിക്കുന്നതെന്ന് ചോദിക്കുന്ന ഞാനും മമ്മിയും ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇച്ചായി അധികം നേരം ഞങ്ങളുടെ ആൻസറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തില്ല, പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നു. പെങ്കൊച്ചിന് കൊടുത്തപ്പോഴോ എന്നാൽ ഇതിന് ഫിനിഷ് ചെയ്തിട്ട് നടന്നാൽ മതി എന്നുള്ള മട്ടിൽ അവൾ അവിടെ ഇരിപ്പുറപ്പിച്ചു. അങ്ങനെ സിപ്പപ്പ് കൂടിയൊക്കെ കഴിഞ്ഞ് പെങ്കൊച്ചിനെയും തൂക്കി ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് നടന്നു. കുഞ്ഞാപ്പിക്ക് നടക്കുന്നതാണ് ഇഷ്ടം, പക്ഷേ അവളെ ഇനി നടത്തിയാൽ ഉടനെയൊന്നും നമ്മളങ്ങ് റൂമിൽ ചെല്ലില്ല. അങ്ങനെ ഒരുവിധം അവളെ പാർക്ക് സൈഡിലോട്ട് വിടാതെ വീണ്ടും ഞങ്ങൾ അകത്ത് കയറ്റി. അവിടെ നിന്ന് 2-3 ഫോട്ടോയൊക്കെ എടുത്ത് കുഞ്ഞാപ്പിയുടെ ചെറിയ പാട്ടൊക്കെ പാസ്സാക്കി അങ്ങനെ ഒരുവിധം ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.